ഭീകരവാദത്തെ ഒരുമിച്ച് നേരിടാൻ ഇന്ത്യയും അമേരിക്കയും ഒരുങ്ങുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇതാ സുപ്രധാന തീരുമാനം പുറത്തുവരികയാണ്. മുംബൈ ഭീകരാക്രമണ സൂത്രധാരൻ തഹവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറാൻ മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ ധാരണയായി. അമേരിക്കയിൽ നിന്ന് ഇന്ത്യ കൂടുതൽ ഇന്ധനം വാങ്ങുന്നതിനും ചർച്ചയിൽ ധാരണയായിരിക്കുകയാണ്. രാജ്യ താൽപര്യങ്ങൾ പരമോന്നതമാക്കി പ്രവർത്തിക്കുന്ന പ്രസിഡന്റ് ട്രംപിനെ അഭിനന്ദിക്കുന്നുവെന്ന് മോദി. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് നടത്തുന്ന ശ്രമങ്ങളെ പ്രധാനമന്ത്രി പ്രശംസിക്കുകയും ചെയ്തു. പുടിനുമായി ട്രംപിന്റെ ഫോൺ സംഭാഷണം നിർണായകമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമ്പോൾ ഈ വർഷം മുതൽ ഇന്ത്യക്ക് കൂടുതൽ ആയുധങ്ങളും F-35 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ നൽകുമെന്നും ട്രംപ് വ്യക്തമാക്കുകയാണ്. തീവ്രവാദവും സൈനിക സഹകരണവും വ്യാപാര ബന്ധവുമാണ് പ്രധാനമായും മോദി ട്രംപ് ചർച്ചകളിൽ നിറഞ്ഞത്. മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുന്നതിന് നേരത്തെ അമേരിക്കൻ സുപ്രീം കോടതി അനുമതി നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ട്രംപും പ്രഖ്യാപനം നടത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാണ് കൈമാറ്റം. പാകിസ്ഥാൻ വംശജനായ തഹവൂർ റാണ കനേഡിയൻ പൗരൻ കൂടിയാണ്. പാകിസ്ഥാനിലെ ഈ സൈനിക ഡോക്ടർ പിന്നീട് കാനഡയിലേക്ക് മാറുകയും അവിടെ പൗരത്വം നേടുകയും ചെയ്തു. തുടർന്ന് അമേരിക്കയിലെ ഷിക്കാഗോയിലെത്തി വേൾഡ് ഇമിഗ്രേഷൻ സെന്റർ എന്ന സ്ഥാപനം ആരംഭിച്ചു. ഇതിന്റെ മുംബൈയിലെ ബ്രാഞ്ചാണ് ഭീകരാക്രമണത്തിനായി ലഷ്കർ ഭീകരർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു നൽകിയത് എന്നാണ് കണ്ടെത്തൽ. ഇതിന്റെ ഭാഗമായാണ് തഹവൂർ റാണയെ കൈമാറണമെന്നും വിചാരണ നടത്തണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടത്. ഇന്ത്യക്ക് കൈമാറരുതെന്ന് ആവശ്യപ്പെട്ട് റാണ കോടതിയെ സമീപിച്ചതോടെ കഴിഞ്ഞ ഡിസംബർ 16 അമേരിക്കൻ സോളിസിറ്റർ ജനറൽ റാണയുടെ ഹർജി തള്ളണമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ഇരു രാജ്യങ്ങളിലും തമ്മിൽ നിലനിൽക്കുന്ന കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാണ് തഹവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുന്നത്. നടപടികൾ പൂർത്തിയാകുന്നതോടുകൂടി തഹവൂർ റാണയെ ഇന്ത്യയിലെത്തിക്കും. ഇതാണ് ട്രംപുമായുള്ള ചർച്ചയിൽ മോദി ഉറപ്പിച്ച സുപ്രധാന കാര്യം. 2028 നവംബർ 26 രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണം നടക്കുന്നത്. ആക്രമണത്തിൽ 166 പേർ കൊല്ലപ്പെട്ടു, 300-ലേറെ പേർക്ക് പരിക്കേറ്റു. ദക്ഷിണ മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, താജ്മഹൽ പാലസ്, ഛത്രപതി ശിവാജി ടെർമിനൽ, നരിമാൻ പോയിന്റിലെ ഒബ്റോയി ട്രൈഡന്റ് ഹോട്ടൽ എന്നിവിടങ്ങളിൽ ഭീകരർ ആക്രമണം അഴിച്ചുവിട്ടു. 3 ദിവസം രാജ്യം ആശങ്കയുടെ മുൾമുനയിൽ നിന്നു. നവംബർ 29 രാവിലെ 8 മണിയോടെ ഏറ്റുമുട്ടൽ അവസാനിച്ചു. 9 ഭീകരരെ സൈന്യം വധിച്ചു. മുംബൈ ഭീകരവിരുദ്ധ സ്ക്വാഡ് മേധാവി ഹേമന്ത് കർക്കറെ, മലയാളി NSG കമാൻഡോ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ അടക്കം നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു. ജീവനോടെ പിടികൂടിയ അജ്മൽ കസബിനെ 2012 നവംബർ 21 ഇന്ത്യ തൂക്കിലേറ്റി. ഇതിനുശേഷം തഹവൂർ റാണയെയും ശിക്ഷിക്കാനുള്ള അവസരം ഇന്ത്യക്ക് കിട്ടുകയാണ്. ഇതാണ് ട്രംപിന്റെ പ്രഖ്യാപനത്തിലൂടെ ഇന്ത്യക്ക് സാധ്യമാകുന്നത്. വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം, താരിഫ്, കുടിയേറ്റം തുടങ്ങി സുപ്രധാന വിഷയങ്ങൾ ചർച്ചയായി. US പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്ന 4ാമത്തെ ലോക നേതാവാണ് നരേന്ദ്രമോദി. കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ഇരു നേതാക്കളും പരസ്പരം ഹസ്തദാനം നൽകിയ ശേഷം ആലിംഗനവും ചെയ്തു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപും മോദിയും സംയുക്ത വാർത്താ സമ്മേളനം നടത്തി. അതും സൗഹൃദപരമായിരുന്നു. പ്രസിഡന്റ് ട്രംപ് എല്ലായ്പ്പോഴും ദേശീയ താൽപര്യം പരമോന്നതമായി നിലനിർത്തുന്നുവെന്ന് മോദി പറയുമ്പോൾ പ്രസിഡന്റ് ട്രംപിനെ പോലെ ഇന്ത്യയുടെ താൽപര്യങ്ങൾ പരമോന്നതമായി നിലനിർത്തുവാനും പ്രവർത്തിക്കുവാനും തനിക്കും വലിയ ഭാഗ്യം ലഭിച്ചുവെന്നാണ് മോദി കൂട്ടിച്ചേർത്തത്. തീവ്രവാദത്തെ തുടച്ചു നീക്കാൻ ഒരുമിക്കാനും ധാരണയായിരിക്കുകയാണ്. നരേന്ദ്രമോദിയുമായി മികച്ച സൗഹൃദം പങ്കിടുന്നുവെന്ന് ട്രംപ് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രവർത്തനമാണ് മോദി നടത്തിയത് എന്നും പറയാൻ മറന്നില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കെട്ടിപ്പടുക്കുന്നത് തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യമാണ് US. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവും. അതിനാൽ ഇന്ത്യയും USഉം ഒരുമിച്ച് ചേരുമ്പോൾ നമ്മൾ 1+1 11 ആകുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് മനുഷ്യരാശിയുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കാൻ പോകുന്ന 11ന്റെ ശക്തി. തന്റെ സുഹൃത്ത് പ്രസിഡന്റ് ട്രംപിന് ഹൃദയത്തിന്റെ അടിത്തറയിൽ നിന്ന് നന്ദി പറയുന്നു. ഒപ്പം നമ്മുടെ രാഷ്ട്രങ്ങളുടെ പുരോഗതിയിലേക്കും അഭിവൃദ്ധിയിലേക്കും ഒരുമിച്ച് നീങ്ങുമെന്നും മോദി വ്യക്തമാക്കി കഴിഞ്ഞു.